ഇസ്തിഗ്ഫാറുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും അതുപോലെ ഇസ്തിഗ്ഫാറും നമ്മളെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാണ്, ആളുകൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുമാണ്. ഇതിൽ ഞാൻ അങ്ങ് പൊറുതിമുട്ടിപ്പോയി, ഞാൻ വല്ലാത്ത പ്രയാസത്തിലായി പോയി. ആളുകൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടും ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഫലമ്മാ റഅയ്തു ദാലിക അഹ്ലക്തുഹും ബിൽ ഹവാ, ഇതൊക്കെ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആകെപ്പെട്ടല്ലോ. കാരണം എന്താ, ഞാൻ ഇവർക്ക് എങ്ങനെങ്കിലൊക്കെ ഇവരെ സ്വീപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് വരും, പിന്നെ ഞാൻ ആ ഭാഗത്ത് പോവില്ല. അങ്ങനെ ആരുടെ അടുത്തേക്കും ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ മൂപ്പരെന്ത് ചെയ്തു, നമ്പറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ തുടങ്ങി. ആര്? ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ചെയ്യുന്നത് എന്താണ്, ഫലമ്മാ റഅയ്തു ദാലിക, ഈ ആളുകൾ ഇങ്ങനെ അള്ളാന്റെ അടിമകളാകുന്ന നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസിന്റെ ജോലി ചെയ്യാൻ അവനക്ക് സാധ്യമാകാതെ വന്നപ്പോൾ ഇബ്ലീസ് തീരുമാനിച്ചത് എന്താണ്, അഹ്ലക്തുഹും ബിൽ ഹവാ, തടീച്ചകളോടുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് അവരെ അങ്ങ് നശിപ്പിക്കുകയാണ്. അഥവാ നിസ്കരിക്കാതിരിക്കാൻ, നിസ്കാരത്തിന് നമ്മുടെ മനസ്സ് നമ്മൾ അനുവദിക്കൂല. നിസ്കാരം ളുഹർ ബാങ്ക് കൊടുത്തു, നമുക്ക് പ്രത്യേകമായി ജോലിയോ തിരക്കോ മറ്റൊന്നുമില്ല, എന്നാലും നമ്മൾ പള്ളിയിൽ പോവില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് തൊട്ടു നോക്കൂല. അള്ളാനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കൂല. അങ്ങനെ എന്തെല്ലാം തിന്മകളുണ്ടോ, 4 പേര് കൂടിയിരുന്നൊരു ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പോലും അതിൽ നിന്ന് അത് വേണ്ട എന്ന് സംസാരിക്കാൻ, തിന്മക്ക് എതിരെ വിരൽ ചൂണ്ടുന്ന ഒരാളും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണല്ലോ ഇന്ന് മാതാപിതാക്കൾ കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നത്. നാടും ഒരുപാട് പ്രയാസത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ അവർക്ക് അവരുടെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നിപ്പിക്കും. അഥവാ അവർക്ക് വ്യഭിചരിക്കാനും മദ്യപിക്കാനും ഹറാമുകൾ ചെയ്യാനും മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയാനും ഫസാദ് പറയാനും ഒക്കെ അവർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. അതിനാണ് ഹവാ എന്ന് പറയുക. ശരീരം എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത്, ആ കൽപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഇബ്ലീസ് നമുക്ക് പ്രേരണ തരുമെന്നാണ്. അപ്പോൾ ഇബ്ലീസ് നമ്മളെ ചെവിയിൽ വന്നത് ഇങ്ങനെ പറയുന്നല്ല, ഇന്ന ശൈത്താന ലയജ്രി മിനൽ ഇൻസാനി മജ്റ ബനി ആദം, മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം സഞ്ചരിക്കാൻ ഇബ്ലീസിന് സാധ്യമാണ്. അവിടെയെല്ലാം സഞ്ചരിക്കാൻ ഇബ്ലീസിന് സാധ്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, ആളുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും എന്നെ ഇങ്ങനെ തുരത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് വേറെ വേറെ ചിന്തകൾ ഇട്ട് കൊടുത്തുകൊണ്ട് ദുനിയാവിൻ്റെ സുഖാഡംബരങ്ങളിലും സൗകര്യങ്ങളിലും സുബ്ഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോൾ ബാങ്ക് നമ്മൾ കേട്ടാലും ആ ബാങ്ക് കേട്ടത് മുതലുള്ള ഉറക്കാണ് നമ്മൾ അതുവരെ ഉറങ്ങിയതിനേക്കാളും സുന്ദരമായ ഉറക്ക്. ഇതാരുടെ പണിയാണ്? അത് ഇബ്ലീസിൻ്റെ ജോലിയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്കിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ കേൾക്കുമ്പോ അപ്പുണ്ട് കാൽമ കിടക്കണ പുതപ്പൊക്കെ തലമക്കൂടെ ഇട്ടിട്ട് ഒരു കെടുത്ത അതിൻ്റെ ഒരു സുഖം ചില്ലറന്നല്ല അല്ലേ? ഇപ്പൊ നമ്മളെ പള്ളിയൊക്കെ സജീവാണ്, സുബഹിക്കൊക്കെ സജീവാണ്. പക്ഷെ അതാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക, അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഇബ്ലീസ് പറയുകയാണ്, ഞാൻ അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇട്ടുകൊടുക്കും. ഇങ്ങനെയുള്ള തടീച്ചകളോടുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴോ അവർക്ക് നമുക്ക് നന്നാവണമെന്ന ചിന്തയുണ്ടാകും, പക്ഷേ അതിന് സാധ്യമല്ല. ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്, വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർക്ക് നന്നാവണമെന്ന ചിന്തയൊക്കെ ഉണ്ട് മനസ്സിൽ, പക്ഷെ ഞാനതിന് അനുവദിക്കൂല. അവരെ മനസ്സിലേക്ക് ഞാനിങ്ങനെ ഓരോ ചിന്തകൾ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവർ ആ ചിന്തയുടെ പിന്നാലെ കൂടിപ്പോവുകയാണ്.
ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് ഇബ്ലീസ് അള്ളാഹിനോട് പറയുന്നുണ്ട്. ഇത് മറ്റൊരു ഹദീസിൽ ഇബ്ലീസ് അള്ളാഹിനോട് പറയുകയാണ്, യാ റബ്ബി ഖാല ഇബ്ലീസു യാ റബ്ബി വബിഇസ്സതിക ലാ അസാലു ഉഗ്വി ബനി ആദമ മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. ആദം സന്തതികളുടെ അഥവാ മനുഷ്യരുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹ്, നമുക്ക് ജീവനുണ്ടോ ഇബ്ലീസ് എന്ത് ചെയ്യൂല, അടങ്ങി നിൽക്കൂല. അപ്പോ ഞാൻ അവരുടെ ശരീരത്തിൽ റൂഹ് ഉണ്ടെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞ് ഗ്യാരണ്ടി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടെന്ന മനുഷ്യൻ ആര്? നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ്. ഞാൻ ആദം സന്തതികളുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം അവരെ ഞാനിങ്ങനെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് സഹോദരങ്ങളെ അല്ലാഹു മറുപടി കൊടുത്തത്, വഇസ്സതി വജലാലി യാ മൽഊൻ. എൻ്റെ പ്രതാപത്തെ തന്നെയാണ്, എൻ്റെ വളർമയെ തന്നെയാണ് സത്യം. യാ മൽഊൻ, എടാ ശപിക്കപ്പെട്ട ഇബ്ലീസേ, തമ്മാടിയായ ഇബ്ലീസേ, ലാ അസാലു അഗ്ഫിറു ലഹും വസ്തഗ്ഫറൂ. നീ അവരെ കൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങൾ ചെയ്യിച്ചാലും, എന്തൊക്കെ ഹറാമുകൾ അടിമകളെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചാലും, അടിമകൾ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്